ബാലറ്റ് പേപ്പറും മഷിയും വീണ്ടും വിപ്ലവം രചിക്കുന്ന കാഴ്ചയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത്. വോട്ടിംഗ് മെഷീൻ മാറ്റി ബാലറ്റ് പേപ്പറിൽ വോട്ടെടുപ്പ് നടത്തിയാൽ ബിജെപിയുടെ തന്ത്രങ്ങൾ പാളുമെന്നും കോൺഗ്രസ് കരുത്തുകാട്ടുമെന്നും മുൻപ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഉയർത്തിയ വെല്ലുവിളി വെറുതെയല്ലെന്ന് കാലം തെളിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും എന്തുകൊണ്ടാണ് ബാലറ്റ് പേപ്പറിനെ ഇത്രയധികം ഭയപ്പെടുന്നത് എന്ന ചോദ്യത്തിന് കഴിഞ്ഞ ദിവസത്തെ പഞ്ചാബ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇപ്പോൾ തെലങ്കാനയിലും ഇതാ കൃത്യമായ മറുപടി നൽകിയിരിക്കുന്നു. ഗ്രാമങ്ങളിലെ സാധാരണക്കാരായ മനുഷ്യർ തങ്ങളുടെ വിരലിലെ മഷി ബാലറ്റ് പേപ്പറിൽ പതിച്ചപ്പോൾ തെലങ്കാനയിൽ ആഞ്ഞടിച്ചത് കോൺഗ്രസിന്റെ വൻ തരംഗമാണ്. 60% പഞ്ചായത്തുകൾ തൂത്തുവാരി മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അജയ്യരായി മുന്നേറുകയാണ്. വോട്ടിംഗ് മെഷീനുകളിലെ കൃത്യതയെക്കുറിച്ച് രാജ്യവ്യാപകമായ സംശയങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ബാലറ്റിലൂടെ നേടിയ ഉജ്ജ്വല വിജയം ജനാധിപത്യത്തിന്റെ യഥാർത്ഥ കരുത്തായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. 2023 ഡിസംബറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെ വിജയവും പ്രതിപക്ഷത്തു നിന്നുള്ള MLA-മാരുടെ കൂട്ടത്തോടെയുള്ള വരവും കോൺഗ്രസിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല. നിയമസഭയിലെ നേരിയ ഭൂരിപക്ഷം സർക്കാരിന്റെ നിലനിൽപ്പിനെ ബാധിക്കുമോ എന്ന് ഭയപ്പെട്ടിരുന്നവർക്കുള്ള മറുപടിയാണ് ഗ്രാമങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഈ ബാലറ്റ് വിപ്ലവം. ചുരുക്കത്തിൽ തെലങ്കാനയുടെ ഭൂപ്രകൃതി തന്നെ ഇപ്പോൾ കോൺഗ്രസ് അനുകൂലമായി മാറ്റിയിരിക്കുകയാണ്. ആകെ 10,278 പഞ്ചായത്തുകളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 7,500-ലധികം ഇടങ്ങളിൽ കോൺഗ്രസ് ഔദ്യോഗികമായി വിജയിച്ചു. ഇതിനു പുറമെ 800-ലധികം ഇടങ്ങളിൽ കോൺഗ്രസ് വിമതന്മാരാണ് ജയിച്ചു കയറിയത്. ഇവരെല്ലാവരും ഇപ്പോൾ പാർട്ടിക്കൊപ്പം നിൽക്കുന്നതോടെ ആകെ വിജയശതമാനം 66-ലേക്ക് ഉയർന്നു. രണ്ടാമതെത്തിയ ഭാരതീയ രാഷ്ട്ര സമിതി 3,500-ലധികം പഞ്ചായത്തുകളിൽ ഒതുങ്ങിയപ്പോൾ ബിജെപിക്ക് വെറും 700-ഓളം സീറ്റുകൾ മാത്രമാണ് നേടാനായത്. നഗരപ്രദേശങ്ങളിൽ മാത്രം സ്വാധീനമുള്ള പാർട്ടിയെന്ന പേരുദോഷം മാറ്റാൻ ശ്രമിച്ച ബിജെപിക്ക് ഗ്രാമീണ മേഖലയിലെ ഈ ബാലറ്റ് പോരാട്ടത്തിൽ പരാജയപ്പെട്ടു. 2019-ൽ 100 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന ബിജെപിക്ക് കോൺഗ്രസ് ഉയർത്തിയ വെല്ലുവിളിക്ക് മുന്നിൽ ഉത്തരമില്ലായിരുന്നു. ഈ വിജയം കഴിഞ്ഞ 2 വർഷത്തെ ഭരണത്തിനുള്ള ജനങ്ങളുടെ അംഗീകാരമാണെന്ന് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പറഞ്ഞു. 2029-ലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനെ വലിയ ആത്മവിശ്വാസത്തോടെ നേരിടാൻ ഈ ഫലം പാർട്ടിയെ സഹായിക്കും. നിലവിലെ നിയമസഭയുടെ കാലാവധി 2028-ൽ അവസാനിക്കാനിരിക്കെ മുഖ്യമന്ത്രി 2029-നെക്കുറിച്ച് പരാമർശിച്ചത് ഒരേ രാജ്യം ഒരേ തെരഞ്ഞെടുപ്പ് എന്ന നീക്കത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ടാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് 42% സംവരണം നൽകാൻ സർക്കാർ ആഗ്രഹിച്ചിരുന്നെങ്കിലും രാഷ്ട്രപതിയുടെ അനുമതി ലഭിക്കാത്തതിനാൽ അത് നടപ്പിലാക്കാൻ സാധിച്ചില്ല. എങ്കിലും ലഭ്യമായ 29% സംവരണത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തി ജനവിധി നേടാൻ സർക്കാർ കാണിച്ച ആർജവം ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കി. സാമ്പത്തികമായും ഈ വിജയം തെലങ്കാനയിലെ ഗ്രാമങ്ങൾക്ക് വലിയ ആശ്വാസമാകും. തിരഞ്ഞെടുപ്പ് വൈകിയതിനാൽ കേന്ദ്ര സർക്കാർ തടഞ്ഞുവെച്ച ഏകദേശം 3000 കോടി രൂപയുടെ ധനകാര്യ കമ്മീഷൻ ഫണ്ട് ഇനി ഗ്രാമങ്ങളുടെ വികസനത്തിനായി ഉപയോഗിക്കാൻ സാധിക്കും. നിലവിൽ സർപഞ്ച് സ്ഥാനങ്ങളിലേക്കാണ് രാഷ്ട്രീയ ചിഹ്നമില്ലാതെ ബാലറ്റിൽ വോട്ടെടുപ്പ് നടന്നത്. അടുത്ത ഘട്ടമായി വരാനിരിക്കുന്ന മണ്ഡൽ പരിഷത്ത്, ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പുകളിൽ പാർട്ടി ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള നേരിട്ടുള്ള പോരാട്ടമായിരിക്കും നടക്കുക. ബാലറ്റ് പേപ്പറിലൂടെയുള്ള ഈ ജനവിധി നൽകുന്ന ആത്മവിശ്വാസം വരാനിരിക്കുന്ന പോരാട്ടങ്ങളിലും പ്രതിഫലിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കോൺഗ്രസ്.